എല്ലാവർക്കും നമസ്കാരം. 2025-നെ മലയാള സിനിമയുടെ ഒരു സുവർണ വർഷം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന കാരണങ്ങൾ കൊണ്ടല്ല അത് സംഭവിച്ചത് കേട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു സിനിമയിലെ വില്ലൻ അല്ലെങ്കിൽ ആ ഭീകരരൂപി എപ്പോഴും ആ സിനിമയുടെ നായിക തന്നെയായിരുന്നെങ്കിലോ? ഒരു പ്രമുഖ നിരൂപകന്റെ ഈ ഒരു ചോദ്യത്തിലാണ് ആ വർഷത്തെ സിനിമകളുടെ ഒരു ആത്മാവ് മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്. അതെ, അതാണ് 2025-ലെ ഏറ്റവും വലിയൊരു ഷോക്ക്. നമ്മുടെ സൂപ്പർ താരങ്ങൾ സ്ഥിരം ഹീറോ പരിവേഷമൊക്കെ അഴിച്ചുവെച്ച് പക്കാ വില്ലന്മാരായി സ്ക്രീനിൽ നിറഞ്ഞാടി. സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഒരു വശത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു പുതിയ മെത്ത വാങ്ങാനുള്ള ഒരു സാധാരണ ആവശ്യം ഒരു വീട്ടിലെ വലിയൊരു വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തി. കണ്ടോ, ഇത് തന്നെയാണ് 2025-ന്റെ ഒരു പ്രത്യേകത. വലിയ താരങ്ങളുടെ ഞെട്ടിക്കുന്ന മേക്കോവറുകളും അതേസമയം വളരെ ചെറിയ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന അതിശക്തമായ കഥകളും ഒരുപോലെ ആഘോഷിക്കപ്പെട്ടു. അപ്പോ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. 2025-ൽ സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് സിനിമയുടെ തലവര മാറ്റിവരച്ചത് എന്ന് നോക്കാം. പഴയ ചട്ടക്കൂടുകളൊക്കെ പൊളിച്ചെഴുതിയ ശക്തരായ സ്ത്രീകളുടെ കഥകൾ. ഹയോൺ ഫിലിംസിലെ അഖില കൃഷ്ണൻ എഴുതിയതുപോലെ ലോക എന്ന സിനിമയുടെ വിജയം ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിയതിലല്ല, മറിച്ച് ഏത് സ്ത്രീയെ തിരഞ്ഞെടുത്തു എന്നതിലാണ്. ശരിക്കും ലോക ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ സൂപ്പർ ഹീറോ എന്ന പാശ്ചാത്യ സങ്കല്പത്തെ അപ്പാടെ എടുക്കാതെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഐതിഹ്യമായ കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുടെ പശ്ചാത്തലത്തിൽ ചന്ദ്ര എന്നൊരു നായികയെ അവതരിപ്പിച്ചു. അതോടെ ആ സിനിമയുടെ ലെവല് തന്നെ മാറി. പക്ഷെ ഈയൊരു മാറ്റം സൂപ്പർ ഹീറോ സിനിമകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കേട്ടോ. ഫെമിനിച്ചി, ഫാത്തിമ, വിക്ടോറിയ പോലെയുള്ള സിനിമകൾ കാണിച്ചു തന്നത് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന നിശബ്ദ വിപ്ലവങ്ങളെക്കുറിച്ചാണ്. നോക്കൂ, ഫെമിനിച്ചി ഫാത്തിമയിലെ ഒരു പുതിയ മെത്ത വേണമെന്നുള്ളൊരു സ്ത്രീയുടെ വളരെ സിമ്പിളായ ആവശ്യം പുരുഷാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായി മാറുകയാണ്. പിന്നെ വിക്ടോറിയയിലാണെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യന്റെ ജീവിതത്തിലൊരൊറ്റ ദിവസം അവരുടെ വ്യക്തിപരവും ആത്മീയവുമായ പ്രതിസന്ധികളാണ് സിനിമ കാണിച്ചു തരുന്നത്. അവിഹിതം എന്ന സിനിമയാണെങ്കിൽ പുരുഷന്മാരുടെ കാപട്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് സമൂഹം എങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികതയെ മാത്രം വേട്ടയാടുന്നതെന്ന് തുറന്നു കാട്ടുന്നൊരു ഡാർക്ക് കോമഡിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറുതെന്ന് തോന്നുന്ന കഥകളിലാണ് ആ വർഷം ഏറ്റവും വലിയ ശക്തി നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. 2025-ന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കേറെ പരിചിതമായ ഹൊറർ, ത്രില്ലർ, ആക്ഷൻ പോലുള്ള ജോണറുകളെ എടുത്ത് അതിന് തികച്ചും പുതിയൊരു രൂപവും ഭാവവും നൽകിയെന്നതാണ്. ഈ സിനിമകൾ നോക്കൂ, കഥയിലെ പുതുമ മാത്രം മതി കോടികൾ വാരാൻ എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. സ്ഥിരം ഫോർമുലകളൊക്കെ വിട്ട് തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു വിന്റേജ് പ്രതികാര ത്രില്ലറുമായി വന്നപ്പോൾ അത് ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചു. അതേസമയം കള്ളൻകാവലിൽ മമ്മൂട്ടി ചെയ്തത് നമ്മളെല്ലാം ഞെട്ടിച്ചൊരു കാര്യമാണ്. ഒരു പോലീസുകാരന്റെ വേഷത്തിൽ ആരും സംശയിക്കാത്ത ഒരു സീരിയൽ കില്ലറായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ഇനി ഹൊറർ സിനിമകളിലേക്ക് വന്നാൽ രാഹുൽ സദാശിവന്റെ ഡയസ് ഇറെ പ്രേക്ഷകരെ പേടിപ്പിച്ചത് സ്ഥിരം ജംപ്സ്കെയറുകൾ കൊണ്ടായിരുന്നില്ല. അതിലൊരു പ്രത്യേക രീതിയുണ്ടായിരുന്നു. അന്തരീക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുക, സിനിമയിലെ വീടിനെ തന്നെ ഒരു കഥാപാത്രമാക്കി മാറ്റുക, പ്രേക്ഷകരെ ചിന്തിപ്പിക്കുക, ഹൊററും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും ഒരുമിച്ച് കൊണ്ടുപോവുക. പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും കൂടിയായപ്പോൾ ആ സിനിമ വേറെ ലെവലായി. വീണ്ടും കളങ്കാവലിലേക്ക് വന്നാൽ ആ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അതിന്റെ കഥയായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഒരു സൂപ്പർ താരം യാതൊരു ഹീറോയിസവുമില്ലാതെ പച്ചയായ നിത്യജീവിതത്തിൽ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന പോലത്തെ ഒരു തിന്മയുടെ രൂപമായി മാറുന്നത് കാണുന്നതായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2025-ലെ വിജയത്തിന്റെ മറ്റൊരു തൂണാണ്. അതായത് വളരെ പ്രാദേശികമായ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിച്ച സിനിമകളെക്കുറിച്ച്. അപ്പോൾ തന്തപ്പേര് എന്ന സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അതിലെ ചോലനായകൻ എന്ന സമൂഹത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗമാണവർ. ഏഷ്യയിലെ അവസാനത്തെ ഗുഹാനിവാസികൾ എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഭാഷ പോലും വളരെ സവിശേഷമാണ്. ഏകദേശം 200 പേർ, അത്രയും പേർ മാത്രമാണ് ഇന്ന് ആ ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം ഊഹിക്കാമല്ലോ. തന്തപ്പേരെന്ന സിനിമയിലൂടെ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള ലക്ഷ്യമിട്ടത് തന്നെ ഈ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഭാഷയെ ഒരു തരത്തിൽ റെക്കോർഡ് ചെയ്തു വെക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു വെറും സിനിമയല്ല, അതൊരു ചരിത്രരേഖ കൂടിയാണ്. ഇതുപോലെ നിരൂപക പ്രശംസ നേടിയ വേറെയും സിനിമകളുണ്ടായിരുന്നു. തന്തപ്പേര് ചോലനായ്ക്കൻ ഗോത്രത്തിലെ പുരുഷത്വത്തെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള ഒരു പഠനമായിരുന്നെങ്കിൽ പൊന്മാൻ കൊല്ലം തീരത്തെ സ്ത്രീധന സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയായിരുന്നു.
പിന്നെ തടവ്, ജയിലിന് പുറത്തിറങ്ങിയിട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്തൊരു സ്ത്രീയുടെ കഥ പറഞ്ഞ് അവാർഡുകൾ വാരിക്കൂട്ടി. ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ ലോക്കലായ കഥകൾ പറഞ്ഞാണ് ഇവർ വലിയ അംഗീകാരങ്ങൾ നേടിയത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു അവിശ്വസനീയമായ വർഷത്തിൽ നിന്ന് മലയാള സിനിമയ്ക്ക് എന്തു പഠിക്കാനുണ്ട്? ഈ വിജയത്തിന് പിന്നിലെ രഹസ്യമെന്താണ്? മലയാള സിനിമയുടെ ഒരു ഇക്കോസിസ്റ്റത്തില് വിജയമെന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. തുടരും പോലെ 235 കോടി നേടിയ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററും ഒരു വിജയമാണ്. കളംകാവൽ പോലെ 85 കോടി നേടിയ ഒരു സൂപ്പർ ഹിറ്റും വിജയമാണ്. അതേസമയം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിലും തടവ് പോലെ നിരൂപക പ്രശംസയും അവാർഡുകളും നേടുന്നതും വലിയൊരു വിജയമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇതെല്ലാം ഇൻഡസ്ട്രിയെ ഒരുപോലെ ശക്തിപ്പെടുത്തുന്നു. ഒരു യൂട്യൂബ് നിരൂപകനായ നിമിഷ് ഹൽക്കർ പറഞ്ഞതുപോലെ, ചെറിയ ബഡ്ജറ്റിൽ പ്രാദേശികമായി നിർമ്മിക്കുന്ന എന്നാൽ വലിയ സിനിമാറ്റിക് സ്വാധീനം ചെലുത്തുന്ന അത്തരം സിനിമകൾ അവർ നിർമ്മിക്കണം. ഇതാണ് ശരിക്കും മലയാള സിനിമയുടെ കാതൽ. കഥയാണിവിടത്തെ ഹീറോ. എത്ര വലിയ താരമാണെങ്കിലും നല്ലൊരു തിരക്കഥയ്ക്കു മുന്നിൽ അവർ വഴി മാറിക്കൊടുക്കും. വലിയ ആശയങ്ങൾക്ക് വലിയ ബഡ്ജറ്റ് വേണ്ട എന്ന് തെളിയിച്ച വർഷം കൂടിയായിരുന്നു അത്. അപ്പോ എന്തായിരുന്നു 2025ന്റെ ആ മാജിക്? സിമ്പിളായി പറഞ്ഞാൽ, താരങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു, കഥകൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും മണ്ണിൽ നിന്നുമുണ്ടാകുന്നു, എല്ലാത്തരം വിജയങ്ങളും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നു. ഫെമിനിസ്റ്റ് സിനിമകളും പുതിയ തരം ജോണർ പരീക്ഷണങ്ങളും പച്ചയായ നാടൻ കഥകളും എല്ലാം കൂടി ചേർന്നപ്പോഴതൊരു വിപ്ലവമായി മാറി. അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: വളരെ പ്രാദേശികമായി കഥ പറയുന്ന, പക്ഷേ കഥയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഈ ഒരു രീതിയാണോ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭാവി?